നമുക്ക് സ്വാഗതം ചെയ്യാം റോഷൻ ആറന്മുള. നമസ്കാരം റോഷൻ ചേട്ടാ. നമസ്കാരം. അപ്പൊ നമ്മുടെ കാര്യക്കാരെയൊക്കെ നേരത്തെ പരിചയമുണ്ട്. ഇപ്പൊ ഞാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞ് പരിചയപ്പെടുത്തണ്ട എന്ന് തോന്നുന്നു. എങ്കിലും ഇത്തിരി ഗ്ലാമറൊക്കെ കൂടി ഉണ്ട് ആണല്ലേ? ഇപ്പം പ്രവാസിയാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. ഒരു ലീവിന് നാട്ടിൽ വന്നാണ്. പക്ഷേ യുദ്ധമൊന്നും ബാധിച്ചിട്ടില്ലല്ലോ ദുബായിൽ? നിലവിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാം അവിടുത്തെ ഭരണാധികാരികളെല്ലാം നമ്മളെ സേഫായിട്ട് തന്നെയാണ് നോക്കുന്നത്. അടിപൊളി. അവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു പോകുന്നുണ്ടോ? പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റിംഗ് ആണ് പുതിയ സ്റ്റാർസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ള സ്റ്റാർസിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ ആദ്യത്തെ ഐറ്റം നേരെ അങ്ങോട്ട് നമുക്ക് കെട്ടഴിച്ചു വിടാം അല്ലേ? അതെ, നമുക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ കാണുന്നതാണ് അല്ലേ? അപ്പം മോട്ടിവേഷൻ വീഡിയോയിലൊക്കെ ഒരുപാട് ശ്രദ്ധേയനായ ജോസഫ് അന്നൻകുട്ടി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോസഫ് അന്നൻകുട്ടി ജോസ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചൊരു വ്യക്തി ഉണ്ടാവും. എൻ്റെ ജീവിതത്തിൽ അമ്മയാണ്. അമ്മയുടെ വിമർശനങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിലെല്ലാം. ഇന്ന് പലരും എന്നെ അന്നൻകുട്ടി ചേട്ടാ എന്നൊക്കെ വിളിക്കാറുണ്ട്. നമുക്കിനിയും പുതുമുഖ നായകന്മാരിലൂടെയൊക്കെ ശ്രദ്ധേയനായ ശ്രീ അജു വർഗീസ്. ഇപ്പോൾ എല്ലാ സിനിമയിലും ഒഴിച്ചുകൂടാനാവാത്ത ഒരാളായി മാറിക്കഴിഞ്ഞു നമ്മുടെ അജുവേട്ടൻ. എന്റെ പൊന്നു മാമച്ച, ആഴ്ച 5 ലക്ഷത്തി ആകെ കണ്ണ് അഴിഞ്ച, അത് കണ്ണെങ്ങിടാ പോയി മൂക്കെങ്ങിടാ പോയി ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? ഇത് ഞാൻ ഗോവയ്ക്ക് വെച്ചിരിക്കുന്ന കാശ. ഇതിൽ നിന്ന് ഞാനൊരു 10 പൈസ തരൂല മോനെ. വെടിഫുൾ അല്ല പിന്നെ. താങ്ക് യു. അതുപോലെ തന്നെ നമ്മുടെ കാബൂളിവാല എന്ന ചിത്രത്തിലെ നമ്മുടെ ക്യാപ്റ്റൻ രാജസ്ഥാന്റെ പഴയകാല ആ ഒരു ശബ്ദത്തിന്റെ വ്യത്യാസം ശ്രദ്ധിക്കാം. പൊന്നുമോനെ, നിന്നെയാണല്ലോടാ ഞാൻ ഈ തള്ളിച്ചതച്ചത്. നീ ഞങ്ങളുടെ മുന്നയാ, ഞങ്ങളുടെ അമീറിൻ്റെ പൊന്നുമോൻ മുന്ന. ഇതാ നീ, ഇത് നിന്റെ ഉമ്മ, എൻ്റെ ഒരേ ഒരു പെങ്ങൾ. ഇവളുടെ മരണമാ നിന്റെ ഭാവിയുടെ താളം തെറ്റിച്ചത്. 18 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുന്ന് ഇറങ്ങിയതാ നീ. പിന്നെ നിങ്ങളെ തേടാത്ത നാളുകളില്ല, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാത്ത നാളുകളില്ല. അതേ മുന്നേ തന്നെയാണോ പടച്ചോനെ നീ കൊണ്ടു തന്നിരിക്കുന്നത്? യാ റബ്ബേ, നീ വലിയവനാ, ഏറ്റവും വലിയവൻ. അടുത്തായിട്ട് നമ്മുടെ സാമുദായിക നേതാവ് വെള്ളാപ്പള്ളി നരേശൻ സാറ് നമ്മുടെ ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമെന്ന് ശ്രദ്ധിക്കാം. കഴിഞ്ഞ ദിവസവും ഞാനും എൻ്റെ ഒരു സുഹൃത്തു കൂടി അവിടെ ഫ്ലവേഴ്സ് TV-യിലെ ഐറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടിയിൽ പോയായിരുന്നു. മീനാക്ഷി ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, നമ്മുടെ ഈ ഐറ്റം വേറെ ലെവലെന്ന് എഴുതിയേക്കുന്നതിൻ്റെ കളറ് ശ്രദ്ധിച്ചോ, മഞ്ഞ. അത് ഏറ്റവും സന്തോഷമായി. അടുത്തായിട്ട് നമ്മുടെ ഡയറക്ടർ ഫാസിൽ, അദ്ദേഹത്തിൻ്റെ ലൂസിഫർ എന്ന സിനിമയിലെ ഡയലോഗ് നമുക്ക് ശ്രദ്ധിക്കാം. യസ്തപ്പാനെ, ഞാൻ മുൻപൊരിക്കലും ചോദിച്ചിട്ടില്ലാത്തൊരു ചോദ്യം ചോദിച്ചാൽ നീ ഉത്തരം പറയൂ. 15ാമത്തെ വയസ്സിൽ ഇവിടുന്ന് കാണാതായ നീ പിന്നീടുള്ള 26 വർഷങ്ങൾ എവിടെയായിരുന്നു? പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിൻ്റെ പൂവ്. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ എന്നോട് ചോദിച്ച ചോദ്യത്തോ ഷാരൂഖിനോടെ കാര്യമല്ലേ? അതിവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പിന്നെത്തുവാ, ഇളനീര് കുടിച്ച വിഷയമല്ലേ? ഇളനീരല്ലേ കേരളത്തിൻ്റെ പാനീയമല്ലേ? ഇവിടെ ഓരോരുത്തർ എന്തെല്ലാം കുടിക്കുന്നു, അതൊന്നും വർത്തിയായില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ലൂസിഫറിലെ സിനിമയിലെ ലാലേട്ടൻ തകർത്താടിയ ആ സിനിമയിലെ ഡയലോഗ് വിനയ് ഫോർട്ട് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ചെയ്ത പാപങ്ങൾക്കല്ലേ പറ്റൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് പറ്റില്ലല്ലോ. വർമ്മ സാറേ, ഒരു പ്രശ്നമുണ്ടല്ലോ, നിന്റെ തന്തയല്ല എൻ്റെ തന്ത. നമുക്കത് ഇമാജിൻ ചെയ്യാനേ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് തമിഴ് ലോകത്തേക്ക് കടന്നാലോ? നമ്മുടെ ഉലക നായകൻ കമൽ ഹാസൻ സർ, അദ്ദേഹത്തിൻ്റെ വിക്രം എന്ന സിനിമയിലെ ഒരു ഡയലോഗ് നമുക്ക് ശ്രദ്ധിക്കാം. இந்த மாதிரி நேரத்தெல்லாம் வீரங்கள் அடிக்கடி சொல்லுന്ന வார்த்தை എന്തെന്ന് தெரியுமா? பார்த்துக்கலாம். என் தம்பி உன் அப்பனையும் கொண்டுட்டாங்க, என் பிள்ளையும் கொண்டுட்டாங்க, നമുക്കൊരു ടീം ആയിടാമാ? താങ്ക് യു സോ മച്ച്.
അടിപൊളി റോഷൻ. അല്ലേ ഇക്ക എല്ലാ ഐറ്റവും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. റോഷൻ ക്രിസോസ്റ്റം തിരുമേനിയെ അനുകരിക്കും. അതെ. അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ അനുകരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ? അതെ അതെ. ഒന്ന് അനുകരിക്കാമോ തിരുമേനിയെ? ഒരു ദിവസം മോഹൻലാൽ എന്നോട് ചോദിച്ചു, തിരുമേനി നന്മകൾ മാത്രം ചെയ്യുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, കണ്ണാടിയിൽ പോലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തുവാ പറഞ്ഞതിൻ്റെ അർത്ഥം? മനുഷ്യനില് നന്മയും കാണും തിന്മയും കാണും. ഇത് രണ്ടും തിരിച്ചറിയുന്നതിനെയാണ് മനുഷ്യത്വം എന്നൊക്കെ പറയുന്നത്. അടിപൊളി റോഷൻ, ഗംഭീരമായിരുന്നു കേട്ടോ. എനിക്ക് ലാസ്റ്റ് ഞാൻ ചോദിക്കാനുള്ള കാരണം തിരുമേനിയുടെ മുമ്പിൽ വെച്ചത് അനുകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. തീർച്ചയായിട്ടും. അത് ഗംഭീരമായിരുന്നു കേട്ടോ. പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ക്രിസോസ്റ്റം തിരുമേനിയുടെ അങ്ങേറ്റം അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാം കൊള്ളായിരുന്നു. എല്ലാം നല്ല എല്ലാം നല്ല രസമുണ്ടായിരുന്നു.